ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ദിവ്യൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ന്യൂ മൂണൊക്കെ കഴിഞ്ഞു, ഫുൾ മൂണൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് വളരെ പോസിറ്റീവാണെന്ന് കണ്ടു. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പോൾ പൊതുവായിട്ട് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. പൊതുവായിട്ട് അവരുടെ കറണ്ട് ഫീലിങ്സ്, സിറ്റുവേഷൻ, പിന്നെ എല്ലാം ഓവറോൾ എനർജി ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. പിന്നെ ടൈംലെസ് ആണ്, കളക്റ്റീവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ട്രാൻസ്ഫോർമേഷനാണ്. ടവറാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. കിങ് ഓഫ് പെന്റക്കിൾ, ഫൂൾ കാർഡ്, ഹൈ പ്രീസ്റ്റസ്, നയൻ ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് വോൺസ്, Ace of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് Ace of Pentacles ആണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആയിരുന്ന അവസ്ഥയിൽ നിന്നും പൂർണ്ണമായി ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ പലരും ബ്രേക്കപ്പ് ആയിരിക്കാം, പലരും ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, പലരും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ആ ഒരു അവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്, സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ പലരും ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇത്രയും കാലം കമ്മിറ്റ്മെൻറ്റ് തരാതെ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരുന്ന ആൾക്കാരൊക്കെ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നു. അവർ ക്ലിയർ ആയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പലരും അവർക്കൊരു ക്ലാരിറ്റിയും കൊടുക്കൂല. ഈ റിലേഷൻഷിപ്പിന് എന്ത് ക്ലാരിറ്റിയാണെന്ന് പോലും അവർ കൊടുക്കാറില്ല. സംസാരിക്കുമ്പോൾ പോലും അത് കൊടുക്കാറില്ല. സ്നേഹമാണെന്നറിയാം, അവർക്ക് കൂടെ വേണം എന്നും അറിയാം, പക്ഷേ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് അവർ സംസാരിക്കാറേ ഇല്ല. അതൊരു ഭയമാണ് പൊതുവേ. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരായിരുന്നുവെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നു, ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ സ്ഥാനം, അവരുടെ ആരാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫുൾ കാർഡ് വന്നിട്ടുണ്ട്, ഒരു പുതിയ തുടക്കമാണ്, ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാരണം ഇവർ പാസ്റ്റിലെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരും ആയിരിക്കും കേട്ടോ അത്. കാരണം അപ്പോൾ നിങ്ങളിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ അതും മാറുന്നു എന്ന് കാണുന്നുണ്ട്. മിസ്റ്റേക്സ് ഒക്കെ മാറി നിങ്ങളും കുറച്ച് ചേഞ്ച് ആകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവരും ചേഞ്ച് ആകുന്നു എന്ന് കാണുന്നുണ്ട്. ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം പുതിയ തുടക്കം, ഒരു നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ മാറ്റിയിട്ടുള്ളൊരു തുടക്കം, അല്ലെങ്കിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ഒരു പുതിയ തുടക്കം, അത് വരുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ എന്ന് മാത്രമല്ല, അതിലപ്പുറം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യത്തിലും ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളിപ്പോൾ. അങ്ങനെ ഒരു സമാധാനത്തിൽ വന്നിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ. കാരണം കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും കിട്ടാതെ നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് പോലും അറിയാതെ ഇരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ എന്താണെന്ന് ഇവരും മനസ്സിലാക്കി നിങ്ങളോട് പറഞ്ഞ് ക്ലാരിറ്റി തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കും അത് ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ മറ്റുള്ളവർ പറയുമ്പോൾ അത് ബോധ്യപ്പെടണമെന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്കും അത് ബോധ്യപ്പെടുന്നുണ്ട്. പിന്നെ നയൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയ്ക്ക് എൻഡ് ആകുന്നു എന്ന് കാണുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തു എന്ന് കാണുന്നുണ്ട്. ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നും ഒരു എൻഡിങ് ആണ് നിങ്ങൾക്ക് ഒരു ഫുൾ കാർഡ് വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എൻഡിങ് ഒരു പുതിയ തുടക്കമാണ്, ഒരു ഒടുക്കവും ഒരു തുടക്കമാണെന്ന് കാണുന്നുണ്ട്.
ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂൻ ഓഫ് വാൺസും കിങ് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ രണ്ടുപേരും അപ്പോൾ ഇത് ഫെമിനൈനും മസ്കുലൈനും ഒരുപോലെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുന്നു, ഒരു കുറച്ച് മെച്യൂരിറ്റി വരുന്നു എന്നുള്ളതാണ്. ശരിക്കും ഹൈ പ്രീസ്റ്റസ് അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ മെച്യൂരിറ്റി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എടുത്ത് ചേട്ടൻ പെട്ടെന്ന് വേണമെങ്കിൽ പോവുകയും പെട്ടെന്ന് വായിൽ വരുന്നതൊക്കെ പറയുകയും, അപ്പോൾ ദേഷ്യം വരുമ്പോൾ എന്തും പറയും, അങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്ഷൻ എടുക്കുകയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ കുറച്ചധികം ആൾക്കാർക്കും ഇതാണ് കേട്ടോ മാറിയിട്ട് അവർ ശരിക്കും തെറ്റുകളൊക്കെ തിരുത്താനുള്ളൊരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവർ നിങ്ങളുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് ഇവർ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ശരിക്കും ഉള്ളിൽ നിന്നുള്ളൊരു സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. പിന്നെ ഇത് നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങുന്നൊന്നും കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളും ശരിക്കും ഗ്രൗണ്ടഡായി, നിങ്ങൾ നല്ല മെച്ചുവേർഡായി, നിങ്ങളിൽ തന്നെ സംതൃപ്തരാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തു നിങ്ങൾ. ശരിക്കും ആ വ്യക്തിയും ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതൊക്കെ മതിയാക്കി, മറ്റുള്ളവരുടെ പിറകെ പോകുന്നതൊക്കെ മതിയാക്കിയിട്ട് അവരിലേക്ക് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ രണ്ടുപേരും ട്രാൻസ്ഫോം ആകുന്നുണ്ടോ എന്നാണ് കാണുന്നത്. നിങ്ങൾ മെച്ചുവേർഡ് ആകുന്നുണ്ട്, ട്രാൻസ്ഫോം ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ ശരിക്കും ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ കൊടുക്കാനുള്ള സമയമാണെന്നുള്ളതാണ്. ഏസ് ഓഫ് പെന്റക്കിളാണ്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കം തന്നെയാണ്. എന്തായാലും ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ പലരും പറയാറുണ്ട് റീഡിങ് പാസ്റ്റും പ്രസൻറ്റും കറക്റ്റാണ്, ഫ്യൂച്ചർ മാത്രം അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന്. ഫ്യൂച്ചർ നിങ്ങളുടെ എനർജിയാണ്. ഇപ്പം റീഡ് ചെയ്യുന്നത് കൊണ്ട് ഫ്യൂച്ചർ അങ്ങനെ തന്നെ സംഭവിക്കണം എന്നില്ല. ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെ ഇരിക്കുമോ അതാണ് നിങ്ങളുടെ എനർജിയാണ് ഫ്യൂച്ചർ. അപ്പം നിങ്ങൾ വെറുതെ ഒരുപാട് ടെൻസ്ഡായി, ഒരുപാട് പ്രശ്നങ്ങളിലായി, വേറെ കുറേ കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി സ്പ്ലിറ്റായി പോകുമ്പോൾ ഈ റീഡ് ചെയ്യുന്ന അതേ ഒരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടാതെ പോകും. അപ്പോൾ ഒരുപാട് ആൾക്കാരും ഇത് തന്നെ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് കൃത്യമാണ്, അപ്പോൾ ഇത് ഞങ്ങളുടെയാണ്, പ്രസൻറ്റും ഈ കടന്നു പോകുന്നതും നമ്മളുടെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഫ്യൂച്ചർ വരാത്തത്? ഫ്യൂച്ചറിൽ വരുമെന്ന് അറിഞ്ഞുകൂടാ, അത് വരുമെന്ന് അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പോലും ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവർക്ക്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, പാസ്റ്റും പ്രസൻറ്റും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറും നമുക്ക് അങ്ങനെ ഉണ്ടാകാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കണം. ഇപ്പോൾ റീഡിങ്ങിലൂടെ നമുക്ക് എന്ത് മെസ്സേജസ് ആണ് കിട്ടുന്നത്, അപ്പം അത് നിങ്ങൾ വിശ്വസിക്കുക, ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി നോക്കാം. എന്തായാലും ഈ ഒരു സമയം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരുന്നിട്ടുണ്ടായിരിക്കാം, അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ടായിരിക്കാം. 9 ഓഫ് പെന്റക്കിൾസ് ആണ്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. 3 of wands, 4 of cups, 9 of cups, King of swords, the Empress, Queen of Pentacles. ഇവിടെ കിങ് ഓഫ് പെന്റക്കിളും ക്യൂൻ ഓഫ് പെന്റക്കിളും വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോർട്സും ക്യൂൻ ഓഫ് വാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി ഏകദേശം ഒരുപോലെയാണ് എന്നുള്ളതാണ്. ആ ഒരു ബാലൻസിലേക്ക് എത്തിയിട്ടുണ്ട് ആൾറെഡി. പിന്നെ ഒരു 9 ഓഫ് സോർട്സ്, 9 ഓഫ് പെന്റക്കിൾസ്, ഇപ്പോൾ ഒരു 3 9 വന്നിട്ടുണ്ട്. 9 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരു 9 കൂടി ഉണ്ട്. 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോറി 9 ഓഫ് കപ്സ് വന്നു, 9 ഓഫ് സോർഡ്സ് വന്നു, 9 ഓഫ് പെന്റക്കിൾസ് വന്നു. അപ്പോൾ ഒരു 3 9 വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈക്കിൾ നിങ്ങൾക്ക് എൻഡായി കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ലൈഫ് ടൈമിൽ നിങ്ങൾ
അനുഭവിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ അനുഭവിച്ച് തന്നെ തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. അപ്പോൾ 9 കഴിഞ്ഞാൽ 10 ആണ്. അത് ഒരു പുതിയ തുടക്കമാണ്. ആ ഒരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷനും കൂടെ എടുക്കണം കേട്ടോ. നിങ്ങൾ അങ്ങനെ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ ജീവിക്കണം. ആ ഒരു പ്രതീക്ഷയിലും സന്തോഷത്തിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സന്തോഷത്തിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ കാണുന്നതാണ് ഈ കാർഡ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഷഫിൾ ചെയ്തു. നിങ്ങളുടെ മുന്നിൽ വെച്ച് എടുക്കുന്ന കാർഡ്സാണ്. ഇതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും. അപ്പോൾ ഈ കാർഡ്സിൽ കിട്ടിയ എനർജി വളരെ പോസിറ്റീവാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണെന്നുള്ളതാണ്. ചിലപ്പോൾ ആ വ്യക്തി അങ്ങനെ ആയിരിക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയം കഴിയുമ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധി ഉണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ശരിക്കും അതൊരു യൂണിയനാണ്. അത് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു യൂണിയനാണ്. അപ്പോൾ ആ ഒരു യൂണിയൻ തീർച്ചയായിട്ടും അത് നടക്കും. അത് യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ തിരികെ തരണം എന്നുള്ളത്. പിന്നെ 3 ഓഫ് വാൻഡ്സ് ആണ്. കുറച്ച് ആൾക്കാർ ഒരു നഷ്ടബോധത്തിലും പിന്നെയും എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ആൾക്കാരും കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. ചില ആൾക്കാരുടെ ഒരു എനർജി അതാണ്. അവർക്കൊരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ചിലർക്ക് നമുക്ക് ഒരു സമയം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആ സമയമാകുമ്പോൾ മാത്രമേ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പം നിങ്ങളത് വെയിറ്റ് ചെയ്യുക. നമുക്ക് ചില സമയങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ തീരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും നമ്മുടെ ലൈഫിൽ. അതിന് കുറുക്കൊഴികളൊന്നുമില്ല കേട്ടോ. നമുക്ക് അനുഭവിക്കേണ്ടത് ആ സമയം ആ ഒരു പെയിനും കഷ്ടതകളും ഒക്കെ നമ്മൾ ആ ഒരു ദുർഘടമായ സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് പല തിരിച്ചറിവുകളും ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളൊരു കാര്യം പറഞ്ഞത് കൊണ്ടോ മറ്റൊരാളുടെ കാര്യം കേട്ടത് കൊണ്ടോ ഒന്നും നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലൂടെ കടന്നു തന്നെ പോകണം. ഒരു ബ്രേക്ക് ത്രൂ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ചില ആൾക്കാർക്ക് കുറച്ച് പരീക്ഷണങ്ങളും കൂടെ തരും. അപ്പം നമ്മൾ എങ്ങനെ ആ ഒരു സാഹചര്യത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ വിജയിക്കുന്നത് എന്നുള്ളതാണ്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചിലർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടെന്ന് കാണുന്നുണ്ട്. 9 ഓഫ് കപ്സ് ആണ്. ചിലർക്ക് ശരിക്കും സന്തോഷമാണ്. അവർക്ക് ഫിനാൻഷ്യലി അവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നു. അവർക്ക് സെൽഫ് ലവ് ഉണ്ടാകുന്നു. അവർ സ്നേഹിക്കുന്ന വ്യക്തിയും അവരിലേക്ക് തിരികെ വരുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിളാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു സമയം നിങ്ങൾക്കും അവർക്കും സാമ്പത്തികമായ ഒരുപാട് മേന്മ ഉണ്ടാകുന്നൊരു സമയമാണ്. ആ ഒരു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നൊരു സമയമാണ് ഈ സമയം. എംബ്രസ് എനർജിയിലാണ്. പൂർണ്ണമായും നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വരുന്നൊരു സമയമാണ്. മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റോടും ശരിക്കും അത്ഭുതത്തോടും ഒക്കെ നോക്കുന്നൊരു സമയമാണ്. പലരും അവരവരുടേതായ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ എന്തായാലും അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകളിൽ ശരിക്കും അസൂയയും ഒരു അതിശയവും ഒക്കെ തോന്നുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഈ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ശരിക്കും തേച്ച് മിനുക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം അത് നിങ്ങളുടെ പാഷനായിട്ട് നിങ്ങൾ കാണുക. ആ പാഷൻ എങ്ങനെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും നിങ്ങൾ എടുക്കണം എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ കിങ് ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ഇതിൽ പേജ് ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മെച്യൂർഡ് ആയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു റീഡിങ്ങിൽ കാണുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ മാനസികമായി അവർ കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയി അവർ ശരിക്കും മെച്യൂരിറ്റി വന്നിട്ടുണ്ട് അവർക്ക്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ എന്ത് സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത് അത് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. അതാണ് എംപ്രസ് പറയുന്നത്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ സമയം ഫിനാൻഷ്യലി ഒരു ശരിക്കും നിങ്ങൾക്ക് ആ പൈസ വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് പൈസ നിങ്ങളിലേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ ഈ 4 ഓഫ് കപ്സും 3 ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്.
വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ വേറെ എന്തോ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആ വെയിറ്റിംഗ് എനർജി ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. പലരും ആക്ഷൻ എടുത്ത് സക്സസ് ആയിട്ടുണ്ടായിരിക്കാം, അല്ലാത്തവർ ആക്ഷൻ എടുക്കണം എന്ന് തന്നെ കാണുന്നുണ്ട്. നോക്കാം, ഇതിൽ ഹെർമിറ്റാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു സമയമാണത്. നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് തോന്നും റിലേഷൻഷിപ്പ് ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. നിങ്ങൾ ഈ ലൈഫിൽ വന്നത്, അല്ലെങ്കിൽ ഈ ജന്മം നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തു, ഒറ്റയ്ക്ക് പോകേണ്ടവരാണ്. അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ഏതൊക്കെയോ സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. നിങ്ങൾക്ക് വളരെ ഇതിൽ കണ്ടത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ്, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള എനർജിയാണെന്ന് നേരത്തെ നമ്മളുടെ ഈ ഒരു റീഡിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇതിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സക്സസ് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് പൈസ ഉണ്ടായാലും ടെൻഷൻ ഉണ്ടായിട്ട് പിന്നെ അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലാതെ വരും. ഇപ്പോൾ കുറേയധികം ആൾക്കാർക്ക് സാമ്പത്തികമായി എന്തായാലും നല്ലൊരു മുന്നേറ്റമാണ് കാണുന്നത്. പക്ഷേ മനസമാധാനവും കൂടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു വഴിവിളക്കാകുക, നിങ്ങൾക്കും വിളക്കാകുക, മറ്റുള്ളവരെയും വിളക്കാകുന്ന ഒരു ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ശരിക്കും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഹൈ പ്രീസ്റ്റസും അങ്ങനെ പറയുന്നുണ്ട്, ഹെർമിറ്റും വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹീലിംഗ് പവറുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ആ ഹീലിംഗ് പവർ നിങ്ങളും ഉപയോഗിക്കുക, മറ്റുള്ളവർക്കും അത് കൊടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, നിങ്ങളിലൂടെ ആരെങ്കിലുമൊക്കെ ആ ഒരു ആശ്വാസം ഉണ്ടാകണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക. വളരെ പോസിറ്റീവാണ്. എനിക്കും ഇങ്ങനെയുള്ള റീഡിങ് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഇത് 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ കെട്ടിവെച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അഴിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ട്രാപ്ഡ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പല ഹെൽപ്പുകളും ഉണ്ടാകുന്നുണ്ട്, നിങ്ങളത് അഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിലുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്, നിങ്ങൾ സ്റ്റക്കാണെന്ന് കാണുന്നുണ്ട് കുറേയധികം ആൾക്കാർ. ആ സ്റ്റക്നെസ് ഒക്കെ മാറി നിങ്ങൾ മുന്നേട്ടേക്ക് പോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നു എന്ന് കാണുന്നുണ്ട്. 10 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഒരു ലൈഫ് ആ ഒരു സൈക്കിൾ ഉണ്ടാകുന്നുണ്ട്, പൂർണ്ണമാകുന്നുണ്ട്. ആ പൂർണ്ണമാകുന്നതിൻ്റെ ഒരു വിഷമമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും അത് എൻ്റെ ആയി എന്ന് കാണുന്നുണ്ട്. എൻ്റെ ആയതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഫുൾ കാർഡ് വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എംബററാണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ഒരു എനർജി തന്നെയാണ്. നിങ്ങളിതിൽ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ കഴിവുകളൊന്നും ചിലപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ കണ്ടെത്തിയാൽ തന്നെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഈ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. ഈ പ്രണയമൊക്കെ നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലും നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. ഇപ്പോൾ എന്ന് വരും എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് എങ്ങനെ അത് അട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും, ആ സമയത്തേ അത് നിങ്ങളിലേക്ക് വരുള്ളൂ. ഇപ്പം നിങ്ങൾ എപ്പോഴും ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോയാൽ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വരാൻ വീണ്ടും താമസിക്കും. അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ലാഗാക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു കാര്യം വിട്ടയക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ അതെല്ലാം മാറ്റി നിങ്ങളിലേക്ക് എപ്പോൾ ഫോക്കസ് ചെയ്യുന്നോ, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും നിങ്ങളുടെ ഈ ഒരു ജന്മത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടോ, നിങ്ങൾ എന്തൊക്കെ കടമകളും കർത്തവ്യങ്ങളുമാണ് ചെയ്യേണ്ടതുണ്ടോ, അതെല്ലാം നിങ്ങൾ എപ്പോൾ ചെയ്യുന്നോ ആ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായും നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആകുന്ന സമയത്ത് മാത്രമേ നിങ്ങളിലേക്ക് ഒരു റിലേഷൻഷിപ്പ് തിരികെ പൂർണ്ണമായും വരുള്ളൂ. അതും കൂടെ പറയാം. അതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ ചാനൽ പഴയ ചാനലാണെന്ന് കരുതി ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കും, മറന്നു പോകുന്നതാണ്. ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.